ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയതിന്റെ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത്. 13 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങൾ, 21 പോയിന്റുമായി ബ്രസീൽ 3-ാം സ്ഥാനത്താണ്. ഇനിയിപ്പോൾ ചിരവൈരികളായ അർജന്റീനയാണ് ബ്രസീലിന്റെ എതിരാളികൾ. അർജന്റീന വേൾഡ് കപ്പിന്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട്. ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അർജന്റീനക്ക് വേൾഡ് കപ്പ് യോഗ്യത നേടാൻ കഴിയും. അതല്ല, ഇനിയിപ്പോൾ സമനില വഴങ്ങിയാൽ പോലും അർജന്റീനക്ക് വേൾഡ് കപ്പ് യോഗ്യത ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ബ്രസീലിന് എപ്പോൾ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. നിലവിൽ ബ്രസീലിന് ആവശ്യമുള്ളത് 7 പോയിന്റുകളാണ്. അതായത് 2 വിജയങ്ങളും ഒരു സമനിലയും നേടിക്കഴിഞ്ഞാൽ ബ്രസീലിന് ആ ഒരു വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി അതല്ല, ബൊളീവിയയും വെനിസ്വേലയും കുറച്ച് പോയിന്റുകൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ബ്രസീലിന് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകും. വളരെ എളുപ്പത്തിൽ യോഗ്യത നേടാൻ കഴിയും എന്നുള്ളതാണ്. നിലവിൽ വേണ്ടത് 2 വിജയങ്ങളും ഒരു സമനിലയുമാണ്. ബൊളീവിയ 7-ാം സ്ഥാനത്തും വെനിസ്വേല 8-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. അവർ കൂടുതൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്താൽ അത് പോയിന്റ് പട്ടികയിൽ മുകളിൽ നിൽക്കുന്ന ടീമുകൾക്കാണ് ഗുണം ചെയ്യുക. ഏതായാലും അടുത്ത അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇക്വഡോറിനെയും പരാഗ്വേയെയും വരുന്ന ജൂൺ മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ നേരിടുന്നുണ്ട്. ആ മത്സരങ്ങളിൽ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും ബ്രസീലിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.